ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണോ രക്ഷതു മാം ചരാചരഗുരു കൃഷ്ണം നമസ്യേ സദാ. കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൃത് കൃഷ്ണായ തുഭ്യം നമഃ. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ കൃഷ്ണസ്യ ദാസോസ്മ്യഹം. കൃഷ്ണേ ഭക്തിരചഞ്ചലാസ്തു ഭഗവൻ. ഹേ കൃഷ്ണ തുഭ്യം നമഃ. നാരായണീയത്തിലെ 1-ാമത്തെ ദശകത്തിലെ അവസാനത്തെ 2 ശ്ലോകങ്ങളാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. ഓരോ ദിവസവും ഈ 2 ശ്ലോകം വെച്ച് നമ്മൾ ചൊല്ലി അർത്ഥം പറഞ്ഞ് ഇട്ടിട്ടുണ്ട്. എല്ലാവർക്കും അത് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കണത്. മനസ്സിലാവണില്ലെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഇന്ന് നമ്മൾ 9-ാമത്തെയും 10-ാമത്തെയും ശ്ലോകങ്ങളാണ് കേട്ടോ അർത്ഥം പറയാനായിട്ട് പോണത്. ഭഗവാന്റെ മഹാവിഷ്ണു, അതായത് ഗുരുവായൂരപ്പൻ്റെ മഹാത്മ്യങ്ങളെ വർണ്ണിച്ചുകൊണ്ട് ഉള്ള ഒരു ദശകമാണ് ആദ്യത്തെ ദശകം തന്നെ. അത് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് മനസ്സിലാവാനായിട്ട്. മനസ്സിരുത്തി ശ്രദ്ധിച്ച് പഠിച്ചാലാണ് അത് കിട്ടുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഓരോ വാക്കും കുറേ വട്ടമൊക്കെ പറഞ്ഞാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. സ്കൂളിൽ പഠിപ്പിക്കണ പോലെ തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുണ്ടാവുമെന്ന് എനിക്ക് തോന്നണേ. മാത്രമല്ല, നമ്മളിപ്പോൾ ബൈ പ്രാക്ടീസ് കൊണ്ടാണല്ലോ പെർഫെക്റ്റ് ആവുക നമ്മളെല്ലാവരും, ശരിയല്ലേ? അപ്പോൾ 1 വട്ടം വായിച്ചു, 2 വട്ടം വായിച്ചു, 3 വട്ടം വായിച്ചു. അപ്പോൾ നിത്യാഭ്യാസി ആനയെടുക്കുന്നല്ലേ പറയണേ. അത് വായിച്ച് അർത്ഥം മനസ്സിലാവണില്ലെങ്കിൽ ഒന്നും കൂടി അർത്ഥം നോക്കി വീണ്ടും വായിച്ചാൽ എല്ലാവർക്കും പഠിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇത് സംസ്കൃതമാണ്, കഠിനമാണെന്നൊന്നും ആരും വിചാരിക്കേണ്ട. ഭഗവാന്റെ ഒരു കാവ്യമാണ്, ഭഗവാന്റെ ഒരു സ്തുതിയാണ്. എല്ലാവരും വായിക്കുക. ഭഗവാന്റെ ഈ സ്തോത്രകാവ്യമൊക്കെ പഠിച്ച് നാരായണ ഭട്ടതിരി ഇത് ചൊല്ലിയിട്ടാണ് വാതരോഗത്തിൽ നിന്ന് മാറിയെന്ന് പറഞ്ഞത്. അപ്പം നമുക്കത് ഉണ്ടാക്കി ചൊല്ലൊന്നും വേണ്ടല്ലോ. നമ്മൾ അല്പജ്ഞരായിട്ടുള്ള നമുക്കത് വായിച്ച് അർത്ഥം മനസ്സിലാക്കി നമുക്കും നമ്മുടെ രോഗങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ദുഃഖങ്ങളിൽ നിന്നുമൊക്കെ ഒരു മോചനം നേടാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വായിച്ചു നോക്കൂ. നമ്മുടെ ശരീരത്തിന് ചുറ്റും, നമുക്ക് ചുറ്റും ഒരു വലയം, അതായത് ഒരു കവചം സൃഷ്ടിക്കും ഇതൊക്കെ കേട്ടോ, ഉറപ്പായിട്ടും. ചൊല്ലാട്ടോ 9-ാമത്തെ ശ്ലോകം. 1-ാം ദശകത്തിലെ 9-ാമത്തെ ശ്ലോകം നമുക്ക് വായിക്കാം കേട്ടോ. കാരുണ്യാത് കാമമന്യം ദദതി ഖലു പരേ സ്വാത്മദസ്ത്വം വിശേഷാദൈശ്വര്യാദീശദന്യേ ജഗതി പരജനേ സ്വാത്മനോബീശ്വരസ്ത്വം. ത്വയ്യുച്ചൈരാരമന്തി പ്രതിപദമധുരേ ചേതനാസ്ഫീതഭാഗ്യാ ത്വം ചാത്മാ രാമ ഏവേത്യതുലഗുണഗണാധാര ശൗരേ നമസ്തേ. ഒന്നുകൂടി വായിക്കാം. കാരുണ്യാത് കാമമന്യം ദദതി ഖലു പരേ സ്വാത്മദസ്ത്വം വിശേഷാദൈശ്വര്യാദീശദന്യേ ജഗതി പരജനേ സ്വാത്മനോബീശ്വരസ്ത്വം. ത്വയ്യുച്ചൈരാരമന്തി പ്രതിപദമധുരേ ചേതനാസ്ഫീതഭാഗ്യാഃ ത്വം ചാത്മാ രാമ ഏവേത്യതുലഗുണഗണാധാര ശൗരേ നമസ്തേ. പദച്ഛേദം നോക്കാം. കാരുണ്യാത് കാമമന്യം, കാമം അന്യം, കാമമന്യം ദദതി ഖലു പരേ സ്വാത്മദസ്ത്വം, സ്വാത്മദഃ ത്വം, സ്വാത്മദസ്ത്വം വിശേഷാദൈശ്വര്യാദീശദന്യേ. വിശേഷാത് ഐശ്വര്യാത് ഈശത്തെ അന്യേ. വിശേഷാത് ഐശ്വര്യാത്
ഈശത്തെ അന്യേ ജഗതി പരജനേ സ്വാത്മനോപീശ്വരസ്ത്വം സ്വാത്മനഃ അപി ഈശ്വരഃ ത്വം സ്വാത്മനഃ അപി സ്വാത്മനോപി ഈശ്വരഃ സ്വാത്മനോപീശ്വരഃ ത്വം സ്വാത്മനോപീശ്വരസ്ത്വം. അടുത്ത വാക്ക് ത്വയ്യുച്ചൈരാരമന്തി ത്വയി ഉച്ചൈഃ ആരമന്തി ത്വയ്യുച്ചൈരാരമന്തി ത്വയി ഉച്ചൈഃ ആരമന്തി. പ്രതിപദമധുരേ ചേതനാഃ സ്ഫീതഭാഗ്യാസ്ത്വം സ്ഫീതഭാഗ്യാഃ ത്വം സ്ഫീതഭാഗ്യാസ്ത്വം ചാത്മാരാമ ച ആത്മാരാമ ച ആത്മാരാമ ഏവേത്യതുലഗുണഗണാധാര ഏവേദി ഏവ ഇതി ഏവേദി ഏവേദി അതുലഗുണഗണാധാര ഏവേത്യതുലഗുണഗണാധാര ശൗരേ നമസ്തേ. ഇനി നമുക്ക് അന്വയക്രമത്തിൽ അർത്ഥം നോക്കാം. പരേ പരേ എന്ന് വെച്ചാൽ അന്യന്മാർ, അന്യദേവന്മാർ എന്നർത്ഥം. കാരുണ്യാത് കാരുണ്യം ഹേതുവായിട്ട്, ദയ ഹേതുവായിട്ട്, ദയ കൊണ്ട്. അന്യം കാമം ദദതി ഖലു അന്യം കാമം വേറെ കാമം, മറ്റ് കാമങ്ങൾ, മറ്റു പല അഭീഷ്ടങ്ങളും. ദദതി നൽകുന്നു, കൊടുക്കുന്നു. ഖലു ആണല്ലോ. പരേ അന്യദേവന്മാർ, പരന്മാർ, മറ്റുള്ളവർ എന്ന് വെച്ചാൽ മറ്റു ദേവന്മാർ. കാരുണ്യാത് കാരുണ്യം കൊണ്ട്, ദയ കൊണ്ട്. അന്യം കാമം ദദതി ഖലു മറ്റു പല അഭീഷ്ടങ്ങളും കൊടുക്കുന്നുണ്ടല്ലോ. ദദതി കൊടുക്കുന്നു, ഖലു ആണല്ലോ, കൊടുക്കുന്നുവല്ലോ. ത്വം അങ്ങ്, വിശേഷാത് വിശേഷിച്ചും എന്ന് വെച്ചാൽ അസാധാരണമായ കാരുണ്യം കൊണ്ട്. സ്വാത്മദഃ സ്വാത്മദഃ സ്വന്തം ആത്മാവിനെ തന്നെ ദഹ ദാനം ചെയ്യാണ്, സ്വന്തം ആത്മാവിനെ തന്നെ കൊടുക്കുകയാണെന്ന് എന്നുവെച്ചാൽ ഭഗവാൻ തൻ്റെ ആത്മാവിനെ കൊടുക്കുകയെന്ന് വെച്ചാൽ സായുജ്യം കൊടുക്കുകയാണ് എന്നർത്ഥം. മറ്റുള്ള ദേവന്മാർ ഒരുപാട് ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കുന്നുണ്ട്. പക്ഷേ അങ്ങാകട്ടെ വിശേഷിച്ചുമുള്ള കാരുണ്യം കൊണ്ട് സ്വന്തം ആത്മാവിനെ തന്നെ കൊടുക്കുകയാണ് എന്ന് വെച്ചാൽ അവർക്കും സായുജ്യം കൊടുക്കുകയാണ് എന്ന്. ഇനി അന്യേ മറ്റു ദേവന്മാർ ഐശ്വര്യാത് ഐശ്വര്യം കാരണം, ഐശ്വര്യം ഈശ്വരൻ്റെ ഭാവത്തിനെയാണ് ഐശ്വര്യം എന്ന് പറയുക. ഈശ്വരത്വം കൊണ്ട്. ജഗതി ലോകത്തിൽ. പരജനേ ഈശതേ പരജനേ മറ്റ് ജനങ്ങളുടെ വിഷയത്തിൽ. ഈശതേ ഈശത്വം സ്വാമിത്വം ഉള്ളവരാകുന്നു. മറ്റ് ദേവന്മാർ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ശിവൻ, ബ്രഹ്മാവ് തുടങ്ങിയിട്ടുള്ള ദേവന്മാർ. ഐശ്വര്യാത് ഈശ്വരത്വം കാരണം. ജഗതി ലോകത്തിൽ. പരജനേ ഈശതേ മറ്റുള്ളവരുടെ വിഷയത്തിൽ ഈശത്വം ഉള്ളവരാകുന്നു. ഈശത്വം സ്വാമിത്വം മറ്റുള്ളവരുടെ മുൻപിൽ മറ്റുള്ളവരുടെ സ്വാമിത്വം യജമാനത്വം എടുക്കുകയാണ് ബ്രഹ്മാവ്, ശിവൻ തുടങ്ങിയിട്ടുള്ള ദേവന്മാർ. ത്വം അങ്ങ്, നീ ഭഗവാൻ മഹാവിഷ്ണു അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ. സ്വാത്മനഃ അപി ഈശ്വരഃ അങ്ങ് സ്വ ആത്മനഃ അപി സ്വന്തം ആത്മാവിന് തന്നെയും തനിക്ക് തന്നെയും ഈശ്വരനാകുന്നു. ബ്രഹ്മാവ്, വിഷ്ണു തുടങ്ങിയിട്ടുള്ള ദേവന്മാർ തൻ്റെ ഭക്തന്മാരിലാണ് ഈശ്വരത്വം കാണിക്കുന്നത്. ഭഗവാൻ മഹാവിഷ്ണു ആകട്ടെ സ്വാത്മനഃ അപി ഈശ്വരഃ സ്വന്തം ആത്മാവിന് തന്നെ ഈശ്വരനാണ്, തനിക്ക് തന്നെ ഈശ്വരനാണ് എന്നർത്ഥം. സ്ഫീതഭാഗ്യാഃ ചേതനാഃ
സ്ഫീതം ച വർദ്ധിച്ച എന്നർത്ഥം. സ്ഫീതഭാഗ്യാഹ വർദ്ധിച്ച ഭാഗ്യം ഉള്ളവരായ ചേതനാഹ ജീവികൾ, ജീവന്മാർ എന്നർത്ഥം, ജീവജാലങ്ങൾ എന്നർത്ഥം. സ്ഫീതഭാഗ്യാഹ വർദ്ധിച്ച ഭാഗ്യമുള്ളവരായ ചേതനാഹ ജീവന്മാർ, ജീവികൾ. പ്രതിപദമധുരേ ത്വയി. പ്രതിപദം പദം എന്ന് വെച്ചാൽ അടി, കാലടി എന്നർത്ഥം. പ്രതിപദം അടിക്കടി മധുരമായ, ആസ്വാദ്യനായിട്ടുള്ള. ത്വയി നിന്നിൽ, അങ്ങയിൽ, ഭഗവാൻ ഗുരുവായൂരപ്പനിൽ. ഉച്ചൈഹി ആരമന്തി ഉച്ചത്തിൽ, ഉറക്കെ എന്ന് വെച്ചാൽ അത്യധികം. ആരമന്തി രമിക്കുന്നു, ആഹ്ലാദം കൊള്ളുന്നു എന്നർത്ഥം. ത്വം ച ആത്മാരാമഃ ഏവ. ത്വം ച അങ്ങും, അങ്ങാകട്ടെ. ആത്മാരാമഃ ഏവ ആത്മാരാമൻ, ആത്മാവിൽ തന്നെ, തന്നിൽ തന്നെ രമിക്കുന്നവനാണ്, ആഹ്ലാദം കൊള്ളുന്നവൻ തന്നെയാണ്. ഇതി എന്നിങ്ങനെ, ഇപ്രകാരം. അതുല ഗുണഗണാധാര. അതുലം ച അതുല്യമായ, അനുപമമായ. ഗുണഗണാധാര ഗുണഗണങ്ങൾക്ക് ആസ്പദമായവനെ. ശൗരേ അല്ലയോ ശൗരേ, അല്ലയോ കൃഷ്ണ. നമസ്തേ തേ നമഃ, അങ്ങേക്ക് നമസ്കാരം എന്നർത്ഥം. നമുക്കൊന്നുകൂടി അന്വയക്രമത്തിൽ അർത്ഥം നോക്കാം, മനസ്സിലാവും വേഗം. അന്യേ മറ്റ് ദേവന്മാർ, കാരുണ്യാത് കാരുണ്യം ഹേതുവായിട്ട്, അന്യം കാമം ദദതി ഖലു മറ്റു പല അഭീഷ്ടങ്ങളും കൊടുക്കുന്നുണ്ടല്ലോ. അതായത് ശിവൻ, ബ്രഹ്മാവ് തുടങ്ങിയിട്ടുള്ള ദേവന്മാർ കാരുണ്യം ഹേതുവായിട്ട് പല അഭീഷ്ടങ്ങളും ഭക്തർക്ക് കൊടുക്കുന്നുണ്ട്. ത്വം അങ്ങ്, വിശേഷാത് വിശേഷിച്ചും എന്ന് വെച്ചാൽ അസാധാരണ, മറ്റുള്ളവർ കാരുണ്യത്തോടു കൂടിയാണ് കൊടുക്കുന്നത്, ഭഗവാൻ അസാധാരണ കാരുണ്യത്തോടു കൂടി. സ്വാത്മദഃ സ്വന്തം ആത്മാവിനെ ദാനം ചെയ്യുന്നവനാണ്. വീണ്ടും അവർ തമ്മിൽ വ്യത്യാസം പറയാണ്. അന്യേ മറ്റ് ദേവന്മാർ, ഐശ്വര്യാത് ഈശ്വരത്വം ഹേതുവായിട്ട്, ജഗതി പരജനെ ഈശതേ ലോകത്തിൽ മറ്റുള്ളവരുടെ വിഷയത്തിൽ ഈശത്വം സ്വാമിത്വം ഉള്ളവരാകുന്നു. ത്വം അങ്ങ്, സ്വാത്മനഃ അഭീശ്വരഃ സ്വന്തം ആത്മാവിന് തന്നെയും ഈശ്വരനാകുന്നു. സ്ഫീതഭാഗ്യാഹ ചേതനാഹ വർദ്ധിച്ച ഭാഗ്യമുള്ള ജീവജാലങ്ങൾ, ജീവന്മാർ. പ്രതിപദമധുരേ ത്വയി അടിക്കടി ആസ്വാദ്യനായിരിക്കുന്ന അങ്ങയിൽ. ഉച്ചൈഹി ആരമന്തി അത്യധികം ആഹ്ലാദിക്കുന്നു. സ്ഫീതഭാഗ്യന്മാരായ ആൾക്കാർ, വർദ്ധിച്ച ഭാഗ്യവാന്മാരായിട്ടുള്ള ആൾക്കാർ അടിക്കടി മധുരതരമായിട്ടുള്ള അങ്ങയിലാണ് അത്യധികം ആഹ്ലാദം കൊള്ളുന്നത്. ത്വം ച അങ്ങാകട്ടെ, ആത്മാരാമഃ ഏവ ആത്മാരാമൻ തന്നെയാണ്, തന്നിൽ തന്നെ ആഹ്ലാദം കൊള്ളുന്നവനാണ്. ഇതി എന്നിങ്ങനെ. അതുല ഗുണഗണാധാര ശൗരേ അതുല്യമായ അനുപമമായ ഗുണഗണങ്ങൾക്ക് ആധാരമായിട്ടുള്ളവനെ, അനുപമമായ ഉപമിക്കാൻ പറ്റാത്ത ഗുണങ്ങൾക്ക് ആസ്പദമായിട്ടുള്ളവനെ. ശൗരേ അല്ലയോ ശൗരേ ശ്രീകൃഷ്ണ. തേ നമഃ അങ്ങേക്ക് നമസ്കാരം. ഒന്ന് ചൊല്ലി നോക്കാം നമുക്ക്. കാരുണ്യാത് കാമമന്യം ദദതി ഖലു പരേ സ്വാത്മദസ്ത്വം വിശേഷാത് ഐശ്വര്യാദീശതെന്നേ ജഗതി പരജനേ സ്വാത്മനോബീശ്വരസ്ത്വം ത്വയ്യുച്ചൈരാരമന്തി പ്രതിപദമധുരേ ചേതനാസ്ഫീതഭാഗ്യാഃ ത്വം ചാത്മാ രാമ ഏവേത്യതുലഗുണഗണാധാര ശൗരേ നമസ്തേ. ഇനി നമുക്ക് 10ാമത്തെ ശ്ലോകം നോക്കാം. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം
വിശ്വതേജോഹരാണാം തേജസ്സംഹാരി വീര്യം വിമലമപി യശോ നിസ്പൃഹൈശ്ചോപഗീതം അംഗാസംഗാ സദാശ്രീ അഖിലവിദസിന ക്വാപി തേ സംഗവാർത്താ തദ്വാതാകാരവാസിൻ മുരഹര ഭഗവത് ശബ്ദമുഖ്യാശ്രയോസി. പദച്ഛേദം ചെയ്യാം. ഐശ്വര്യം, ശങ്കരാദീശ്വര വിനിയമനം, ഒറ്റ വാക്കാണ്. ശങ്കരാദീശ്വര വിനിയമനം സമസ്ത പദമാണ്. ശങ്കരാദി ഈശ്വര വിനിയമനം. വിശ്വതേജോഹരാണാം തേജസ്സംഹാരി വീര്യം വിമലമപി യശഃ നിസ്പൃഹൈഃ ച ഉപഗീതം. നിസ്പൃഹൈശ്ചോപഗീതം. നിസ്പൃഹൈഃ ച ഉപഗീതം. അംഗാസംഗാ സദാ ശ്രീഃ അഖിലവിദ് അസി. അഖിലവിദ് അസി. ന ക്വാപി തേ സംഗവാർത്താ. തദ് വാതാകാരവാസിൻ. തദ്വാതാകാരവാസിൻ. തദ് വാതാകാരവാസിൻ. മുരഹര ഭഗവത് ശബ്ദമുഖ്യാശ്രയോസി. ഒറ്റവാക്ക്. ഭഗവത് ശബ്ദമുഖ്യാശ്രയോസി. ഭഗവത് ശബ്ദമുഖ്യാശ്രയോസി. ഭഗവാൻ എന്ന പേര് ശരിക്കും അർഹിക്കുന്നത് മഹാവിഷ്ണുവിന് തന്നെയാണ്, ഗുരുവായൂരപ്പന് തന്നെയാണ് എന്നാണ് പറയണത്. ഭഗമുള്ളവനാണ് ഭഗവാൻ. എന്താണ് ഭഗം? ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, അസംഗത്വം. ഇവ 6 ചേർന്നതാണ് ഭഗം. ഈ 6 ഗുണങ്ങളും ഒത്തുചേർന്നിട്ടുള്ള ആളാണ് ഭഗവാൻ വിഷ്ണു കൃഷ്ണൻ. ഐശ്വര്യം എന്ന് വെച്ചാൽ അങ്ങയുടെ ഐശ്വര്യം. ഐശ്വര്യം എന്ന് വെച്ചാൽ ഈശ്വരസ്യ ഭാവഃ ഐശ്വര്യം. ഈശ്വരൻ്റെ ഭാവത്തിനാണ് ഐശ്വര്യം എന്ന് പറയണത്. ഈശ്വരൻ വെച്ചാൽ പ്രഭുവാണ്. ഈശ്വരത്വം, പ്രഭു എന്ന ഉയർന്ന ഭാവം. അത് ശങ്കരാദീശ്വര വിനിയമനമാണ്. ശങ്കര ആദി ഈശ്വരന്മാരെയും വിനിയമനമാണ്. ശങ്കരൻ ആദിയായ ഈശ്വരന്മാർ, പരമേശ്വരൻ തുടങ്ങിയ ഈശ്വരന്മാരോടുകൂടി വിനിയമനം, വിശേഷിച്ചുമുള്ള നിയമനമാണ്. ശിവൻ തുടങ്ങിയിട്ടുള്ള ഈശ്വരന്മാരെ വിശേഷിച്ചും നിയമിക്കുന്നതാണ്, നിയന്ത്രിക്കുന്നതാണ്, തൻ്റെ ചൊൽപ്പടിക്ക് നിർത്തുന്നതാണ് എന്നർത്ഥം അദ്ദേഹത്തിൻ്റെ ഐശ്വര്യം. അപ്പോൾ ഐശ്വര്യം ഉണ്ടെന്ന് ഉറപ്പായി. പിന്നെയോ വീര്യം, അവിടുത്തെ വീര്യം. വിശ്വതേജോഹരാണാം തേജസ്സംഹാരി. വിശ്വം, ലോകം, വിശ്വതേജോഹരങ്ങളായിട്ടുള്ള എന്ന് വെച്ചാൽ വിശ്വതേജസ്സുകളെയും പിടിച്ചടക്കുന്ന സൂര്യൻ, അഗ്നി തുടങ്ങിയവരുടെ തേജസ്സിനെയും സംഹരിക്കുന്നതാണ്, കീഴ്പ്പെടുത്തുന്നതാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ തേജസ്സുകൾ സൂര്യനും അഗ്നിയൊക്കെയാണ്. അവരുടെ പോലും തേജസ്സിനെ ഹരിക്കുന്നതാണ്, സംഹരിക്കുന്നതാണ് ഭഗവാന്റെ വീര്യം. അപ്പോൾ ഐശ്വര്യം, വീര്യം 2 ഗുണങ്ങളുണ്ടെന്ന് മനസ്സിലായി. അടുത്ത് പറയുന്നത് വിമലമപി യശഃ. വിമലം യശഃ അപി. വിമലമായ യശസ്, യശസ് കീർത്തി. വിമലം യശഃ സംശുദ്ധമായ യശസ്. അപി ച എന്നർത്ഥം. വിമലം യശഃ അപി സംശുദ്ധമായ യശസ്സും നിസ്പൃഹൈശ്ചോപഗീതം. നിസ്പൃഹൈഃ ഉപഗീതം ച നിസ്പൃഹന്മാരാൽ. സ്പൃഹ എന്ന് വെച്ചാൽ ആഗ്രഹം. നിസ്പൃഹ എന്ന് വെച്ചാൽ ഒന്നിലും ആഗ്രഹമില്ലാത്തവരായ സിദ്ധന്മാരാൽ പോലും ഉപഗീതം പുകഴ്ത്തപ്പെട്ടതാണ്. അപ്പം അങ്ങയുടെ യശസ് അത് വിമലമാണ്. ആ വിമലമായ യശസ് നിസ്പൃഹന്മാരായ ആഗ്രഹമില്ലാത്തവരായ സിദ്ധന്മാരാൽ പുകഴ്ത്തപ്പെട്ടതാണ്. അപ്പോൾ യശസ്, 3ാമത്തെ ഗുണം യശസ്സുണ്ടെന്ന്. വിമലം യശഃ അപി സംശുദ്ധമായ യശസ്സും നിസ്പൃഹൈഃ ഉപഗീതം ച നിസ്പൃഹന്മാരാൽ
പുകഴ്ത്തപ്പെട്ടതാണ്. അംഗാസംഗ സദാ ശ്രീ. ശ്രീ അടുത്ത ഗുണമാണ് ശ്രീ. അത് സദാ എപ്പോഴും അംഗാസംഗ. ശ്രീ എന്ന് വെച്ചാൽ ലക്ഷ്മി ദേവി, സാക്ഷാൽ ലക്ഷ്മി ദേവി സദാ എപ്പോഴും അംഗാസംഗ അങ്ങയുടെ അംഗങ്ങളോട്, അങ്ങയുടെ തിരുവുടലിനോട് സംഘമുള്ളവളാണ്, താല്പര്യമുള്ളതായി വർത്തിക്കുന്നു. മഹാലക്ഷ്മി അങ്ങയുടെ അംഗങ്ങളോട് താല്പര്യമുള്ളവളായിട്ട് വർത്തിക്കുന്നു എന്ന് വെച്ചാൽ ശ്രീയും അങ്ങേക്ക് ഉണ്ട് എന്ന്. അപ്പോൾ 4ാമത്തെ ഗുണമാണ് ശ്രീ. അടുത്തത് അഖില വിദസി. അഖില വിദ് അസി. അഖിലം മുഴുവൻ, വിദ് അറിയുന്നവൻ. അഖില വിദ് സർവജ്ഞൻ. അസി ആകുന്നു. ത്വം കർത്താവ്. ത്വം അഖില വിദ് അസി അങ്ങ് സർവജ്ഞനാകുന്നു. ജ്ഞാനം എന്ന ഗുണവും ഉണ്ട് എന്നർത്ഥം. നേരത്തെ നമ്മൾ 6 ഗുണം പറഞ്ഞില്ലേ, 5ാമത്തെ ഗുണമാണ് ജ്ഞാനം. അങ്ങ് അഖിലവിത്താണ്, സർവജ്ഞനാണ്, അപ്പം ജ്ഞാനവും ഉണ്ട്. ഇനി അടുത്തത് ന ക്വാബി തേ സംഘവാർത്ത. ന ക്വാബി തേ സംഘവാർത്ത. തേ അങ്ങേക്ക് സംഘവാർത്ത, സംഘം, ആസക്തി ഉണ്ട് എന്ന ഒരു വാർത്ത, എന്തിനോടെങ്കിലും ആസക്തി ഉണ്ട് എന്ന കാര്യം. ന ക്വാബി ഒരിക്കലുമില്ല. അങ്ങയ്ക്ക് ഒന്നിനോടും സംഘമില്ല. എല്ലാവർക്കും അങ്ങയോടാണ് സംഘമുള്ളത്, പക്ഷെ അങ്ങയ്ക്ക് ആരോടും സംഘമില്ല. അപ്പോൾ അസംഗത്വമാണ് അങ്ങയ്ക്കുള്ള അടുത്ത ഗുണം. ഈ 6 ഗുണങ്ങളാണ് വന്നിരിക്കുന്നത്. തേ സംഘവാർത്ത ന ക്വാബി അങ്ങയ്ക്ക് സംഘവാർത്തയും ആസക്തിയുണ്ട് എന്ന ഒരു കാര്യവും, ക്വാബി ഒരിക്കലും അല്ലെങ്കിൽ ഒരിടത്തും, ന ഇല്ല. അടുത്ത വരി തദ് വാതാകാരവാസിൻ. തത് എന്ന് വെച്ചാൽ ആകയാൽ, വാതാകാരവാസിൻ വാതം വായു, ആകാരം മന്ദിരം വീട്, വാതാകാരം വായുമന്ദിര വാസിൻ വസിക്കുന്നവനെ. വായുമന്ദിരവാസിൻ എന്ന് വെച്ചാൽ ഗുരുവായൂരപ്പ. മുരഹര മുരൻ എന്ന അസുരനെ ഹരിച്ചവനെ, കൊന്നവനെ. മുരഹര മുരാരേ, മുരാന്തക, മുരരിബോ എന്നൊക്കെ പറയാം. വാതാകാരവാസിയായ ഗുരുവായൂരപ്പ മുരഹര. ഭഗവത് ശബ്ദമുഖ്യാശ്രയോസി. ഭഗവത് എന്ന ശബ്ദത്തിന് മുഖ്യ ആശ്രയമാണ് അങ്ങ്. ഭഗവാൻ എന്ന ശബ്ദത്തിന് പ്രധാന ആശ്രയമാകുന്നു അങ്ങ് എന്ന് പറഞ്ഞല്ലോ. അങ്ങേക്ക് ഭഗവാൻ എന്ന പദത്തിന് തികച്ചും അർഹനാണ് എന്ന് പറഞ്ഞു. ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, അസംഗത്വം ഇവ 6ഉം ചേരുന്നതാണ് ഭഗം. ഇവയിൽ എല്ലാം തികയാത്തവരെയും ചിലപ്പോൾ ഭഗവാൻ എന്ന് പറയുന്നുണ്ട്. എങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം ഭഗവത് ശബ്ദത്തിൻ്റെ അർത്ഥം പൂർണ്ണമല്ല. എന്നാൽ ഇവ 6ഉം പൂർണ്ണമായി അങ്ങയിൽ വിലസുന്നതുകൊണ്ട് ഐശ്വര്യാദികൾ 6ഉം തികഞ്ഞ അങ്ങാണ് ഭഗവാൻ എന്ന് അർത്ഥം. നമുക്ക് അന്വയക്രമത്തിൽ ഒന്ന് അർത്ഥം നോക്കാം കേട്ടോ. നോക്കൂ. തേ ഐശ്വര്യം ശങ്കരാദീശ്വര വിനിമയനം. അങ്ങയുടെ ഐശ്വര്യം ശങ്കരൻ തുടങ്ങിയ ഈശ്വരന്മാരെ വിശേഷേണ നിയമിക്കുന്നതാണ്. വീര്യം വിശ്വതേജോഹരാണാം തേജസ് സംഹാരി. അങ്ങയുടെ വീര്യം വിശ്വതേജസ്സുകളായിട്ടുള്ള അഗ്നി, സൂര്യൻ മുതലായവരുടെ തേജസ്സിനെ സംഹരിക്കുന്നതാണ്, കീഴ്പ്പെടുത്തുന്നതാണ്. വിമലം യശഃ അഭി നിസ്പൃഹൈഹി ഉപഗീതം ച. അങ്ങയുടെ സംശുദ്ധമായ യശസ് നിസ്പൃഹന്മാരാൽ പുകഴ്ത്തപ്പെടുന്നതാണ്. അടുത്തത് ശ്രീ സദാ അംഗാസംഗ. സാക്ഷാൽ ശ്രീ മഹാലക്ഷ്മി എപ്പോഴും അങ്ങയുടെ അംഗങ്ങളിൽ സംഘമുള്ളവളാണ്. അഖിലവിദ് അസി. അങ്ങ് അഖിലവിത്ത് എന്നുവെച്ചാൽ സർവജ്ഞനാണ്. തേ സംഘവാർത്ത ന ക്വാബി. അങ്ങയ്ക്ക് സംഘവാർത്ത ഒരിടത്തുമില്ല, അസംഗനാണ് അങ്ങ്.
തത് അതുകൊണ്ട് വാതാകാരവാസിൻ വായുമന്ദിരേശ മുരഹര മുരരിപോ ഭഗവത് ശബ്ദമുഖ്യാശ്രയ അസി അങ്ങ് ഭഗവത് ശബ്ദത്തിന് ഭഗവാൻ എന്ന പേരിന് മുഖ്യ ആശ്രയമാകുന്നു എന്ന് വ്യക്തമായ അർത്ഥം. നമുക്ക് ശ്ലോകമൊന്ന് ചൊല്ലാം ഭംഗിയായിട്ട്. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം തേജസ്സംഹാരി വീര്യം വിമലമപി യശോ നിസ്പൃഹൈശ്ചോപഗീതം അംഗാസംഗാ സദാ ശ്രീ അഖിലവിദസി ന ക്വാപി തേ സംഗവാർത്ത തദ്വാതാകാരവാസിൻ മുരഹര ഭഗവത് ശബ്ദമുഖ്യാശ്രയോസി. അപ്പം നമ്മൾ 10 ശ്ലോകത്തിൻ്റെ അർത്ഥം വ്യക്തമായിട്ട് പഠിച്ചു. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഭഗവാന്റെ മഹിമയെ വർണ്ണിക്കുന്ന 1-ാം ദശകം ഇവിടെ കഴിയാണ് കേട്ടോ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.